ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് വൃക്കരോഗം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണം ക്രമേണ കൂടി വരുന്നുമുണ്ട്. ഇന്ത്യയിലുള്ള കണക്കുകൾ പറയുന്നത് നഗരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 17% പേര് വൃക്കരോഗികളോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള വൃക്കരോഗ പ്രശ്നങ്ങൾ ഉള്ളവരോ ആണ്. ഗ്രാമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4% പേർ വൃക്കരോഗ ടെൻഡൻസി ഉള്ളവരാണ്, വൃക്കരോഗികളുമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമൂഹത്തിൽ 20 പേരിൽ ഒരാൾ വീതം വൃക്കരോഗികളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വൃക്കരോഗം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് വൃക്കരോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് വൃക്കരോഗമുണ്ട് എന്ന് കണ്ടെത്തപ്പെടുന്നത്. ആ ഒരു സമയത്ത് ഈ രോഗിയുടെ വൃക്കകളെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയും. ഇതൊരു പക്ഷേ രോഗിയുടെ ജീവന് തന്നെ ആപത്തായി എന്ന് വരാം, ഇല്ലെങ്കിൽ അവർക്ക് വൃക്കകൾ മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിൽ ചെന്നെത്തിയെന്നും വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് വൃക്കരോഗമുണ്ട് എന്ന് തുടക്കത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മരുന്നിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും അത് നോർമലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരാൾക്ക് വൃക്കരോഗമുണ്ട് എന്ന് തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഏറ്റവും കൂടുതൽ വൃക്കരോഗം പിടിപെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യമാണ്. പോളിസിസ്റ്റിക് കിഡ്നീസ് പോലെ കുടുംബത്തിൽ കാണുന്ന ചില ഇനം രോഗങ്ങൾ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിച്ചു എന്ന് വരാം. രണ്ടാമത്തത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ രക്തസമ്മർദ്ദം കൺട്രോൾ ആകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ അവരുടെ വൃക്കകൾ താളപ്പിഴ വരുന്നതിന് കാരണമാകും. മൂന്നാമത്തത് പ്രമേഹ രോഗമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം പേർ വൃക്കരോഗികളാകുന്നതിൻ്റെ കാരണം പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നാലാമത്തത് വൃക്കകളെ ബാധിക്കുന്ന ചിലയിനം പ്രോബ്ലംസ്. ഉദാഹരണത്തിന്, നിങ്ങളെ പാമ്പ് കടിയേറ്റു, ഇപ്പം നിങ്ങൾ അണലി കടിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ബാധിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തിനെയാണ്. നിങ്ങൾക്ക് തീപ്പൊള്ളലേൽക്കുന്നു, ഇത് വൃക്കകളുടെ പ്രവർത്തനത്തിനെ സാരമായി ബാധിച്ചു എന്ന് വരാം. ഇനി വൃക്കകളെ ബാധിക്കുന്ന ചിലയിനം ഇൻഫെക്ഷൻസ് കൊണ്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. ഒന്ന്, നമുക്ക് SLE എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ രോഗമാണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്. ഇത്തരം രോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് വൃക്കകളെ നേരിട്ട് ബാധിച്ചു എന്ന് വരാം. വൃക്കകൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വരുന്നു, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലും ഇതേ പ്രശ്നം അനുഭവപ്പെടാം. റിക്കറൻ്റ് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നവർക്ക് ഇതേ പ്രശ്നം വരാം. വൃക്കയിൽ വരുന്ന കല്ലുകൾ ശരിയായിട്ട് ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റാം. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന പലവിധ കാരണങ്ങളും രോഗങ്ങൾ കൊണ്ടും ഒരുപക്ഷെ വൃക്കയുടെ പ്രവർത്തനം മോശമായി എന്ന് വരാം. ഇനി വൃക്കരോഗത്തിന് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. സാധാരണഗതിയിൽ ഒരാൾക്ക് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി വരുമ്പോൾ ഇനിഷ്യലി വളരെ തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെയാണ് ഇത് ഗ്രാജുവലി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ ഒരാളുടെ രക്തപരിശോധനയിലും അതേപോലെ തന്നെ BP പരിശോധനയിലും അവർക്ക് വൃക്കരോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് അവരുടെ രക്തസമ്മർദ്ദം വല്ലാണ്ട് ഉയർന്നു നിൽക്കുന്നു എന്നിരിക്കട്ടെ, ഒരു 200/110 അല്ലെങ്കിൽ 200/120 ലെവലിലേക്ക് നിൽക്കുന്നു. ഉപ്പ് നിയന്ത്രിച്ചിട്ടോ ശരിയായിട്ട് വ്യായാമം ചെയ്തിട്ടോ നിങ്ങൾക്ക് BP കൺട്രോൾ ആകുന്നില്ല, നിങ്ങൾക്ക് അമിതവണ്ണമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വൃക്കരോഗ ടെൻഡൻസി ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഒരാൾക്ക് ഉയർന്ന പ്രമേഹമുണ്ട്, ഡയബറ്റീസ് കൺട്രോൾ അല്ലാന്നിരിക്കട്ടെ, അവർക്ക് ഒരുപക്ഷെ ഉയർന്ന BP അല്ലാതെ തന്നെ അവർക്ക് ഈ ക്രിയാറ്റിൻ വേരിയേഷൻ അല്ലെങ്കിൽ കിഡ്നിയിൽ വേരിയേഷൻസ് കണ്ടുവന്ന് വരാം പ്രവർത്തനത്തിൽ. എന്നാൽ ഒരാൾക്ക് പ്രമേഹം നോർമലാണ്, പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാണുന്നതെന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള സംശയങ്ങൾ വേണ്ടത്. രണ്ടാമത്തത്, നമുക്ക് രക്തപരിശോധനയിലാണ് അറിയാൻ പറ്റുക. പലപ്പോഴും നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന വാല്യൂ നമുക്കൊരു 1.3 മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കണം. തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 1.3 നിന്ന് മുകളിലേക്ക് ചില ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെള്ളം കുടിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് സംഭവിക്കാം, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് സംഭവിക്കാം. ഡോക്ടർമാർ ഇതെല്ലാം നോക്കിയിട്ട് ഇത് നിയന്ത്രിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ ക്രിയാറ്റിൻ നോർമലിലേക്ക് വരും. എന്നാൽ ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടും ക്രിയാറ്റിൻ നോർമലിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗ ടെൻഡൻസി ആണോ എന്ന് ഉറപ്പായിട്ട് സംശയിക്കേണ്ടതാണ്. രണ്ടാമത്തത്, രക്തത്തിൽ യൂറിയയുടെ അളവ്, അതായത് ശരീരത്തിൽ നിന്നും അരിച്ച് പുറത്തേക്ക് കളയേണ്ട വിഷപദാർത്ഥമായ യൂറിയ രക്തത്തിൽ ഒരു പരിധിക്ക് മുകളിലേക്ക് കൂടുന്നുണ്ടെങ്കിലും ഇത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. സാധാരണ വളരെ തുടക്കത്തിൽ വൃക്കരോഗത്തിന്റെ ടെൻഡൻസി തിരിച്ചറിയുന്നത് ഞാൻ ഈ പറഞ്ഞ 3 മാർഗങ്ങളിലൂടെയാണ്. ഇതിന് ശേഷമാണ് പലപ്പോഴും മൂത്രത്തിലെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. പലപ്പോഴും മൂത്രത്തിനകത്ത്
അമിതമായിട്ട് പതയുടെ ടെൻഡൻസി കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് വൃക്കരോഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ രക്തത്തിൽ കാണേണ്ട പ്രോട്ടീനെ നമ്മുടെ വൃക്കകൾ അമിതമായിട്ട് അരിച്ച് മൂത്രത്തിലൂടെ വിടുന്ന സമയത്ത് മൂത്രത്തിൽ പത അമിതമായിട്ട് കണ്ടുവന്ന് വരാം. നിങ്ങൾ വെള്ളം കൂടി കുറഞ്ഞിരുന്നാലോ ഇല്ലെങ്കിൽ മൂത്രം വെള്ളത്തിലേക്ക് വളരെ ഫോഴ്സ്ഫുള്ളി ഒഴിച്ചിരുന്നാലോ മൂത്രത്തിൽ പത കാണാം. അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ക്ലോസറ്റിലേക്ക് മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ക്ലോസറ്റിനകത്തുള്ള വെള്ളത്തിനകത്ത് അമിതമായിട്ട് പത കാണുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പത വന്നിരുന്നാലും ഒരു 15-20 സെക്കൻഡിനകത്ത് ഇവ പൊട്ടി അങ്ങ് പോവും, വെള്ളം തിരിച്ച് നോർമലിലേക്ക് വരും. എന്നാൽ നിങ്ങൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ പത അവിടെ തന്നെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലാണ് ഇത് ആൽബുമിൻ മൂത്രത്തിലൂടെ അമിതമായിട്ട് പോകുന്നതാണോ എന്ന് സംശയിക്കേണ്ടത്, മൂത്രം പരിശോധിക്കേണ്ടത്. ഇത്തരം കേസുകളിൽ യൂറിൻ ഒരു സ്പോട്ട് മൈക്രോ ആൽബുമിൻ, അതായത് മൂത്രത്തിലൂടെ എത്ര മൈക്രോ ആൽബുമിൻ അളവ് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വൃക്കയുടെ എന്തെങ്കിലും താളപ്പിഴയാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. സാധാരണ ആരോഗ്യമുള്ള ഒരാളിന് ഒരു 20 യൂണിറ്റിന് താഴെയായിരിക്കും മൂത്രത്തിൽ കാണുന്ന മൈക്രോ ആൽബുമിന്റെ അളവ്. പ്രമേഹ രോഗികൾക്ക് ഇതൊരു 100 വരെയൊക്കെ കാണാറുണ്ട് ഈ മൈക്രോ ആൽബുമിന്റെ അളവ്. എന്നാൽ അതിന് മുകളിലേക്ക് മൈക്രോ ആൽബുമിന്റെ അളവ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് രക്തപരിശോധന നടത്തി ഡോക്ടറെ കണ്ട് വൃക്കരോഗ ടെൻഡൻസി ഉണ്ടോ എന്ന് പരിശോധിക്കണം. തുടർന്ന് കാണുന്ന വൃക്കരോഗത്തിന്റെ സൈനാണ് മൂത്രത്തിനകത്ത് ഒരു കലക്കൽ കാണുക. പലപ്പോഴും മൂത്രത്തിനകത്ത് രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ കാണുന്നത്. ഒരു ക്ലൗഡിനെസ് മൂത്രത്തിന് കണ്ടുവന്ന് വരാറുണ്ട്. ചില സമയത്ത് ഒരു മെറൂൺ കളറിൽ കണ്ടുവന്ന് വരാം. വെള്ളം കുടിക്കാത്തവരിലോ അമിതമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരിലോ എല്ലാം തന്നെ മൂത്രത്തിന് ക്ലൗഡിനെസ് കാണാം. എന്നിരുന്നാലും അത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ഉള്ളവരിലും കാണാറുണ്ട്. നമുക്ക് വൃക്കയിൽ കല്ലിന്റെ ടെൻഡൻസി, മൂത്രനാളിയിൽ കല്ലുണ്ടെങ്കിലും മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണാറുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് യൂറിൻ പരിശോധിച്ച് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് വൃക്കരോഗമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് തുടക്കത്തിലേ കാണുക. ഇനി വൃക്കരോഗം ഒരല്പം അഡ്വാൻസ് ചെയ്താൽ, അല്പം കൂടിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പാദത്തിൽ നീര് വരിക. നിങ്ങളിപ്പോൾ പകൽ കുറച്ചു നേരം നിങ്ങൾ കാല് തൂക്കിയിട്ടിരിക്കുന്നു, പാദത്തിൽ പ്രത്യേകിച്ച് കാലിന്റെ പാദത്തിന്റെ ആംഗിളുകളിൽ നീര് വരുന്നു, ഇത് വിട്ടുമാറുന്നില്ല. 2 കാലുകളിലും ഒരുപോലെ കാണുന്നു. ഇപ്പൊ യൂറിക് ആസിഡ് ടെൻഡൻസി ഉണ്ടെങ്കിലോ രക്തത്തിൽ പ്രോട്ടീന്റെ അളവ് കുറവാണെങ്കിലോ നിങ്ങൾക്ക് അനീമിയ വിളർച്ചയുണ്ടെങ്കിലോ എല്ലാം ഇത്തരത്തിൽ പാദത്തിൽ നീര് കാണാം. എന്നാൽ ഈ ടെസ്റ്റുകളെല്ലാം നോർമലാണ്, എന്നിട്ടും നീര് വിട്ടുമാറുന്നില്ലെങ്കിലാണ് ഇത് വൃക്കരോഗ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കേണ്ടത്. മാത്രമല്ല മുഖത്തൊരു പഫിനെസ്, മുഖത്തൊരു നീർക്കോള് കണ്ടുവന്ന് വരാം. നിങ്ങൾക്ക് പകല് നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രെയിൻ ചെയ്തിരുന്നാലും പെട്ടെന്ന് ക്ഷീണം വരുന്ന ഒരു ടെൻഡൻസി കണ്ടുവന്ന് വരാം. ഇതിൻ്റെയൊക്കെ കാരണം രക്തത്തിലെ യൂറിയയുടെ അളവ് അല്പം കൂടി കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് രക്തത്തിൽ ടോക്സിൻ നിൽക്കുന്ന ഒരു വിഷപദാർത്ഥം നിൽക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കും. അല്പം നടക്കുമ്പോൾ തന്നെ കിതപ്പ് വന്നു എന്ന് വരാം, നിങ്ങൾക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടു എന്ന് വരാം, ഓർക്കാനം അനുഭവപ്പെട്ടു എന്ന് വരാം, അല്പം ഫുഡ് കഴിച്ചാൽ തന്നെ മതി എന്നൊരു തോന്നൽ അനുഭവപ്പെട്ടു എന്ന് വരാം, ശരീരത്തിന് അമിതമായിട്ട് ഉഷ്ണം, ഒരു വേർപ്പ്, വിമ്മിഷ്ടം, ശ്വാസം മുട്ടൽ, നെഞ്ചിടിപ്പ് പോലുള്ള ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം, രക്തത്തിൽ ടോക്സിൻസ് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലിടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു എന്ന് വരാം, സ്കിന്നിന് വല്ലാത്ത ഡ്രൈനസ് അനുഭവപ്പെട്ടു എന്ന് വരാം. കൂടാതെ രാത്രിയിൽ കൂടുതൽ തവണ മൂത്രം പോകണം എന്നൊരു തോന്നൽ വരാം. പോകുന്ന സമയത്ത് അധികം മൂത്രം പോകത്തില്ല. രക്തത്തിൽ ഉയർന്ന അളവിൽ യൂറിയ വന്നു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം എന്നൊരു തോന്നൽ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടെങ്കിലും ഈ ലക്ഷണം കാണിച്ചു എന്ന് വരാം. സോ ഞാൻ ഈ പറഞ്ഞ ലക്ഷണം തുടക്കത്തിലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നോർമലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് തുടക്കത്തിൽ കിഡ്നിക്ക് വലിയ പ്രോബ്ലം ഇല്ല, പക്ഷെ ഉയർന്ന രക്തസമ്മർദ്ദം കാണുന്നിരിക്കട്ടെ, മരുന്നുകളിലൂടെ അതിനെ കൺട്രോളിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഈ കിഡ്നി അടിച്ചു പോകുന്ന അല്ലെങ്കിൽ കിഡ്നിക്ക് കംപ്ലൈന്റ് വരുന്ന ഒരു അവസ്ഥ നോർമലാക്കാൻ പറ്റും. രക്തത്തിലൂടെ ഉയർന്ന പ്രോട്ടീൻ പോകുന്നത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ അത് ചികിത്സയിലൂടെ നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചികിത്സയിൽ മരുന്നിന്റെ നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഭക്ഷണ നിയന്ത്രണവും വ്യായാമം ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ വൃക്കരോഗം അഡ്വാൻസ് ചെയ്യുന്നതിനെ പിടിച്ചു നിർത്തി ആൾക്കാരെ നോർമലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് പ്രമേഹ രോഗികൾ കൂടുന്ന, അമിതവണ്ണവും മറ്റു രോഗാവസ്ഥകളും കൊണ്ട് വൃക്കകൾക്ക് രോഗാവസ്ഥ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.